നമസ്കാരം, ധനുസ് സ്പേസ് ടിപ്സിലേക്ക് സ്വാഗതം. 2025 കേരളം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഹിസ്റ്ററി, ജോഗ്രഫി ഭാഗത്തുനിന്നുള്ള ചോദ്യങ്ങളാണ് ഏറെയുമുള്ളത്. അപ്പോൾ അതിൻ്റെ സെലക്ഷൻസ് നോക്കാം. റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. 2025 പല പരീക്ഷകൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്നും സെലക്റ്റീവായ ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ PVQ ക്വസ്റ്റ്യൻസ് തന്നെയാണ്, പക്ഷെങ്കിൽ 2025 ആണ്. അപ്പോൾ ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് അതിൽ വരുന്നത്. ജോഗ്രഫിയും ഹിസ്റ്ററി പാർട്ട് മാത്രമാണ് ഉള്ളത്. അപ്പോൾ നോക്കാം. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഇവിടെ ഏതാണ്? എപ്പോഴും ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും നിങ്ങൾ തന്നെ പ്രിലിംസിനായാലും മാർത്താണ്ഡവർമ്മയെക്കുറിച്ചല്ല ആയിരിക്കും ഒരു ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഇവിടെ നോക്കാം. ഒന്നാമത്തേത് 1809 കുണ്ടറ വിളംബരം നടത്തി. 1841 കുളച്ചിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. പിന്നെ തൃപ്പടിദാനം നടത്തിയ രാജാവാണ്. 1721 ആറ്റിങ്ങൽ കലാപം നയിച്ച രാജാവാണ്. ചോദ്യം ഒന്നുകൂടി, മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ഉത്തരം ഏതാണ്? ഉത്തരങ്ങൾ രണ്ടാമത്തെ ശരിയാണ്, മൂന്നാമത്തതും ശരിയാണ്. 2ഉം 3ഉം ശരിയാണ്. അപ്പോൾ ആൻസർ എങ്ങോട്ട് പോകുന്നു? ഓപ്ഷൻ സി ആണ് ആൻസർ. രണ്ടാമത്തെ പ്രസ്താവനയും മൂന്നാമത്തെ പ്രസ്താവനയും ആണ് അല്ലേ, ശരിയാണ്. 2, 3 ശരി വന്നുകൊണ്ട് ഓപ്ഷൻ സി നമ്മുടെ ആൻസർ അല്ലേ. 1741 കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. തൃപ്പടിദാനം നടത്തിയ രാജാവാണ് മാർത്താണ്ഡവർമ്മ. തൃപ്പടിദാനം നടത്തിയ രാജാവാണ് മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. തൃപ്പടിദാനം നടത്തിയ രാജാവാണ്. തൃപ്പടിദാനം നടന്ന വർഷം ഏതാണ്? 1750 ജനുവരി 3. 1750 ജനുവരി 3-നാണ് തൃപ്പടിദാനം കേട്ടോ. 1750 ജനുവരി 3-നാണ് തൃപ്പടിദാനം നടത്തുക അല്ലേ. കുളച്ചിൽ യുദ്ധമോ 1741 ഓഗസ്റ്റ് 10 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടത്തിയ യുദ്ധമാണെന്ത്? കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. ശരിയല്ല. അപ്പോൾ 2 മാർത്താണ്ഡവർമ്മയുടെ കാര്യങ്ങൾ തന്നെ അങ്ങോട്ട് പഠിച്ചാൽ മതി. അടുത്ത ചോദ്യം, ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവം ഏതാണ്? ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, കറുപ്പ് യുദ്ധം. കറുപ്പ് യുദ്ധം ചൈനീസ് വിപ്ലവം ബന്ധപ്പെട്ടതാണെന്ത്? കറുപ്പ് യുദ്ധം എന്ന് പറയുക. കറുപ്പ് യുദ്ധം എന്ന് പറയുന്നത് കറുപ്പ് യുദ്ധം ഇല്ല. ബ്രിട്ടനും ചൈനയും തമ്മിൽ നടന്ന യുദ്ധമായിരുന്നു എന്ത്? അന്ന് കറുപ്പ് യുദ്ധം. കറുപ്പിന് സംഭവം ഓർത്താൽ മതി. ഇവിടെ ബ്രിട്ടനും ചൈനയും കൂടി തന്നെ നടത്തിയ യുദ്ധമായിരുന്നു എന്ത്? കറുപ്പ് യുദ്ധം അല്ലേ. അത് 1839-42 കാലത്താണ് സംഭവം നടക്കുക. ചൈനയും ബ്രിട്ടനും തമ്മിൽ നടന്ന യുദ്ധമാണ് കറുപ്പ് യുദ്ധം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ കറുപ്പ് യുദ്ധം ഏതാണ്? ചൈനീസ് വിപ്ലവം ബന്ധപ്പെട്ടതാണെന്ത്? കറുപ്പ് യുദ്ധം. അപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടി ആരുടെയാണ്? അമേരിക്കൻ വിപ്ലവം. ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ വിപ്ലവം. അപ്പോൾ ടെന്നീസ് കോർട്ട് എന്താണ്? ടെന്നീസ് കോർട്ട് അസംബ്ലി ആരുടെയാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. ടെന്നീസ് കോർട്ട് ഫ്രഞ്ചാണ് ഇല്ല. ഫെബ്രുവരി വിപ്ലവം ആരുടെ? ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുമ്പോൾ അത് ആരുടെയാണ്? റഷ്യൻ. അപ്പോൾ ഒന്നുകൂടി, കറുപ്പ് യുദ്ധം ചൈനീസ് വിപ്ലവം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ബോസ്റ്റൺ ടീ പാർട്ടി ഏതാണ്? അമേരിക്കൻ വിപ്ലവം അല്ലേ. ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കയുടേതാണ്. ടെന്നീസ് കോർട്ട് ഫ്രഞ്ചിൻ്റെ ആണ്. ഫെബ്രുവരി വിപ്ലവം ആരുടെയാണ്? റഷ്യയുടേതാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചശീല തത്വങ്ങൾ എന്ന ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി അല്ലേ. ഇന്ത്യയും ചൈനയുമാണ് പഞ്ചശീല തത്വങ്ങൾ എന്ന ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. ഇന്ത്യയും ചൈനയും അല്ലേ. ജവഹർലാൽ നെഹ്റുവും ചൗ എൻലായും കൂടി ചേർന്നാണ് പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചേക്കുന്നത്. ഇന്ത്യ ചൈന. അടുത്തത്, MD വാസുദേവൻ നായർക്ക് മരണാനന്തരം ലഭിച്ച ബഹുമതി ഏതാണ്? MD വാസുദേവൻ നായർക്ക് മരണാനന്തരം ലഭിച്ച ബഹുമതി ഏതാണ്? ആൻസർ എന്ന് പറയാം. ഓപ്ഷൻ സി പത്മവിഭൂഷണാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1857 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണ്? ഉത്തരം ഏതാണ് ശരിയില്ലാത്തതിലൂടെ? ഓപ്ഷൻ ഡി ആണ് ശരിയില്ലാത്ത പ്രസ്താവന. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് ഝാൻസിയിലാണെന്നുള്ളതാണ് ഇല്ലേ. ഝാൻസിയിലാണോ? അല്ല. പിന്നെ എവിടെയാണത്? മീററ്റിലാണ് സംഭവം നടക്കുക. ഇത് വേണ്ട, അത് മീററ്റാണ്. ഓക്കെ. ബാക്കി നമുക്കറിയാം. ഇതാണ് നമ്മുടെ ആൻസർ അല്ലേ. മാംഗൽ പാണ്ഡെ ആയിരുന്നു ആദ്യത്തെ രക്തസാക്ഷി. ഹിന്ദു മുസ്ലിം ഐക്യം സമരത്തിൻ്റെ പ്രധാന സവിശേഷതയായിരുന്നു. ഓക്കെ. ഹിന്ദു മുസ്ലിം ഐക്യം സമരത്തിൻ്റെ പ്രധാന സവിശേഷതയായിരുന്നു. കലാപശേഷം ഇന്ത്യയുടെ ഭരണ ചുമതല
ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തു. കലാപത്തിന് ശേഷം 1857 കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണ ചുമതല ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തു. ഓക്കെ അല്ലേ? അടുത്ത ജോഗ്രഫി പാർട്ടിലെ ക്വസ്റ്റ്യനാണ് വരുന്നത്. ട്രോപ്പോസ്ഫിയറിലെ ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേര് എന്താണ്? ക്രമമായ താപനഷ്ട നിരക്കാണ്. ട്രോപ്പോസ്ഫിയറിലെ ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയുന്നത്. ക്രമമായ താപനഷ്ട നിരക്ക്. ഓക്കെ, ഓരോ സെൽഷ്യസിലും കുറയുന്നതാണ് ക്രമമായ, ഓരോ സെൽഷ്യസിലും ക്രമമായ താപനഷ്ട നിരക്കാണ്. ശരിയല്ലേ? അടുത്ത ചോദ്യം, ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഏതാണ്? ഉത്തരം ഏത് വേലിയേ ഉള്ളൂ? വാവു വേലിയാണ്. ബാവുവേലിയല്ല, വാവുവേലി. വാവു. ഓക്കെ, വാവു. അപ്പോൾ ഇനി അടുത്തത്, സുബിൻസിരി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം പറയാം, ബ്രഹ്മപുത്ര. അടുത്ത ചോദ്യം, കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജൈവമണ്ഡല കേന്ദ്രം ഏതാണ്? ഉത്തരം നീലഗിരിയാണ്. അടുത്തത്, തൂവൽ രൂപത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളെ പറയുന്ന പേര് ഏതാണ്? ഉത്തരം സിറസ് മേഘങ്ങൾ. തൂവൽ പോലെ സിറസ് മേഘങ്ങളാണ്. അടുത്തത്, ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ കൃഷ്ണോന്നതി യോജനയുടെ കുടാ പദ്ധതിയിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? ഉത്തരം ഏതാണ്? 1, 3, 4 ഉൾപ്പെടുന്ന ആൾക്കാരാണ് കേട്ടോ. ഇത് എക്സെപ്ഷനുമായിട്ട് വന്നിട്ടുള്ളതാണ്, വിട്ടേക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതായത്, ഇസ്രായേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ദൗത്യത്തിൻ്റെ പേരെന്താണ്? ഉത്തരം എന്താണ്? ഓപ്പറേഷൻ അജയ്. ചോദിക്കാൻ വളരെ ചാൻസ് ഉണ്ടല്ലോ അത്. ഇസ്രായേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ദൗത്യത്തിൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ അജയ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതായിരുന്നു? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതായിരുന്നു? ആദ്യത്തെ ബഹുജന സമരം, ഒരു മിനിറ്റ്. ബഹുജന സമരം ഏതായിരുന്നു? ഉത്തരം ഏതാണ്? നിസ്സഹകരണ സമരം. ഉത്തരം നിസ്സഹകരണ സമരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ റൗലറ്റ് നിയമവും ബന്ധപ്പെടാത്ത പ്രസ്ഥാനം ഏതാണ്? റൗലറ്റ് നിയമവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്. കോടതി വിധിക്കെതിരെ അപ്പീൽ സ്വീകരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ റൗലറ്റ് നിയമം എന്താണെന്ന് അറിഞ്ഞാൽ മതി. ഏതൊരു ഇന്ത്യക്കാരനെയും വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. പ്രത്യേക കോടതിയിൽ രഹസ്യ വിചാരണ നടത്താൻ പറ്റും. വിചാരണ കൂടാതെ അവരെ തടവിലിടാൻ പറ്റും. അല്ലേ? ഇത് 3 പരിപാടിയുമായിരുന്നു റൗലറ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ടത്. അല്ലേ? അതാണ് അതിൻ്റെ പരിപാടി. ഏതൊരു ഇന്ത്യക്കാരനെയും വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താൻ പറ്റും. വിചാരണ കൂടാതെ തടവിലിടാനും സാധിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, പൂനാ സന്ധി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൂനെക്ക് പോയത് ആരായിരുന്നു? അവിടെ പൂനാ സന്ധി ഡോക്ടർ BR അംബേദ്കർ ബന്ധപ്പെട്ടിരിക്കുന്നു. പൂനെക്ക് പോയത് അംബേദ്കർ. പൂനാ സന്ധി ഡോക്ടർ BR അംബേദ്കറാണ്. നെക്സ്റ്റ്, ക്വിറ്റ് ഇന്ത്യ സമരനായിക അരുണാസഫലി. ജയ് ഹിന്ദ് മുദ്രാവാക്യം അവരുടെ സംഭാവനയാണ്. സുഭാഷ് ചന്ദ്രബോസ്. തന്നിരിക്കുന്നവ വായിച്ചിട്ട് ഏത് ആക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നോക്കുക.
ഒന്നാമത്തത് കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം ലഭിച്ചു. 321 വിഭാഗങ്ങളും 10 പട്ടികകളുമുണ്ട്. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ വന്നു. ആൻസർ അതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഇതെല്ലാം വന്നേക്കുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഓക്കെ അല്ലേ? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. അടുത്തത് ജോഗ്രഫി സെക്ഷനാണിത്. മൗസീം എന്ന പദം എന്ന അറബി പദത്തിൻ്റെ അർത്ഥം എന്താണ്? അല്ലേ? മൗസീം എന്ന അറബി പദത്തിൻ്റെ അർത്ഥം എന്താണ്? മൗസീം എന്ന് പറഞ്ഞാൽ എന്താണ്? മൗസീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരം ഋതുക്കൾ എന്നർത്ഥം. അല്ലേ? ഋതുക്കൾ എന്നർത്ഥം. മൗസീം എന്ന് പറഞ്ഞാൽ ഋതുക്കൾ എന്നർത്ഥം. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏതാണ്? ആൻസർ ഗോദാവരി. നീളം കൂടിയ. പഴയ ക്വസ്റ്റ്യൻ തന്നെയാണ്. നെക്സ്റ്റ്, പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? കറുത്ത മണ്ണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി ഏതാണ്? അറബിക്കടൽ. നെക്സ്റ്റ് വൺ, ഥാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വതനിര ഏതാണ്? ഥാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വതനിര ഏതാണ്? ഉത്തരം ആരാവല്ലി നിരകൾ. ആരാവല്ലി നിരകൾ. താഴെ പറയുന്നവയിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരമഹാസമതലം. ഇല്ല, നമുക്കറിയാം മലനാട്, മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇത് മൂന്നും എന്താണ്? അതിൻ്റെ ഭൂപ്രകൃതിക്കകത്ത് വരുന്നവ. അല്ലാത്ത എക്സെപ്ഷൻ കേസ് ഉത്തരമഹാസമതലം. പ്രധാനപ്പെട്ട ഖാരിഫ് വിള ഏതാണ്? കേരളത്തിലെ പ്രധാനപ്പെട്ട ഖാരിഫ് വിള ഏതാണ്? നെല്ലാണ്. നെല്ലാണ് പ്രധാനപ്പെട്ട ഖാരിഫ് വിള. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? ഉത്തരം പാമ്പാർ. ഉത്തരം പാമ്പാർ. നെക്സ്റ്റ് വൺ, എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? ഉത്തരം വേമ്പനാട്ട് കായൽ. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അതിൻ്റെ ഫണ്ടമെൻ്റൽ ഫാക്ട്സ് നല്ലവണ്ണം അറിഞ്ഞിരിക്കണം. ഫണ്ടമെൻ്റലായിട്ടുള്ള ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന വസ്തുതകൾ നമ്മൾ നന്നായി അറിഞ്ഞിരിക്കാം ഈ ഫാക്റ്റ് പഠിക്കുമ്പോൾ തന്നെ. താഴെ പറയുന്നവയിൽ സഹ്യപർവ്വതം എന്നും അറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? സഹ്യപർവ്വതം. ആൻസർ പശ്ചിമഘട്ടം. പശ്ചിമഘട്ടം. അടുത്തത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിക്ക് ഉദാഹരണം സിവിക്സിലേക്ക് പോയി. നികുതി ഏതാണ്? ഏത് നികുതിയാണത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപന നികുതി ഏതാണ്? നികുതി വിനോദ നികുതി. ഒരൊറ്റ ക്വസ്റ്റ്യൻ വന്നു അല്ലേ? അടുത്തത്, സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? എവിടെയാണത്? സൈലന്റ് വാലി ദേശീയോദ്യാനം. സൈലന്റ് വാലി എവിടെയാണ്? പാലക്കാട് ജില്ല. അല്ലേ? പാലക്കാട് ജില്ലയിലാണ്. അടുത്തത്, ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരള മിഷൻ പദ്ധതി ഏതാണ്? ഉത്തരം അങ്ങ് പറഞ്ഞേക്കാം. ആൻസർ ഇനി ഞാൻ ഒഴുകട്ടെ എന്നുള്ളതാണ്. ഇനി ഞാൻ ഒഴുകട്ടെ. പദ്ധതികളാണ്. അതൊരു വേറെ ചാപ്റ്റർ നമുക്ക് എടുക്കാം, പദ്ധതികൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ. തിരുവിതാംകൂറിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ആരാണ്? തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ആരാണ്? ഉത്തരം സി പി രാമസ്വാമി അയ്യർ. സി പി രാമസ്വാമി അയ്യർ. സി പി രാമസ്വാമി അയ്യർ. തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ആരാണ്? സി പി രാമസ്വാമി അയ്യർ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ആരാണ്? സർദാർ കെ എം പണിക്കർ. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഉത്തരം രാജാറാം മോഹൻ റോയ്. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ. ബംഗാൾ വിഭജനം നടപ്പാക്കിയത് ആരാണ്? ബംഗാൾ വിഭജനം നടപ്പാക്കിയത് ആരാണ്? കഴ്സൺ പ്രഭു. അല്ലേ? കഴ്സൺ പ്രഭു. 1905. കഴ്സൺ പ്രഭു 1905. നാളെ നമ്മൾ ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിതരാകും. പക്ഷേ ഈ അർദ്ധരാത്രിയിൽ ഇന്ത്യ വിഭജിക്കപ്പെടും.
അതുകൊണ്ട് നാളത്തെ ദിവസം ആഹ്ലാദത്തിൻ്റെ എന്നതുപോലെ കഠിനമായ ദുഃഖത്തിൻ്റേതുമാണ്. ഈ പ്രസ്താവന ആരുടേതാണ്? ആൻസർ മഹാത്മാഗാന്ധിയുടേതാണ്. മഹാത്മാഗാന്ധിയുടേതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. നെക്സ്റ്റ് വൺ, ജോഗ്രഫി പാർട്ട് മാത്രം. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഏഴാം സ്ഥാനം. അടുത്തത്, ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഏതാണ്? ആൻസർ ഥാർ മരുഭൂമി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരി. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹം ഏത്? ലക്ഷദ്വീപാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യ മണ്ണിനം ഏതാണ്? കറുത്ത മണ്ണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ ആകുന്നു. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് സൈലന്റ് വാലി. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ഏത് കായലിലാണ്? പുന്നമട. നെഹ്റു പുന്നമട കായലിലാണ് നടക്കുന്നത്. പുന്നമടക്കായൽ. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? വയനാട് ജില്ല. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ്? പീച്ചി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ്? പീച്ചി. കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. കേരളത്തിലെ കാറ്റിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ കാറ്റാടിപ്പാടം എവിടെയാണ്? ആൻസർ കഞ്ചിക്കോട്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കി ജില്ല. ഓക്കെ. ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെഴുതും? ഗോവ എഴുതും. ഗോവയാണ് നമുക്കുള്ള ഉത്തരം. ഉഷ്ണമേഖലയിൽ ഗോവയാണ്. ബാർലാച്ചില ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഹിമാചൽ പ്രദേശ്. ജയന്തിയ കുന്ന് ഏത് സംസ്ഥാനത്താണ്? ജയന്തിയ കുന്നുകൾ എവിടെയാണ്? മേഘാലയ. ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത്? ആൻസർ 1931. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഉത്തരം ആഭ്യന്തര വകുപ്പാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഒന്നുകൂടി, മഹാത്മാഗാന്ധി 1931 ആരംഭിച്ച മാസികയുടെ പേര് എന്തായിരുന്നു? ഉത്തരം യങ് ഇന്ത്യ. 31ലെയാണ് യങ് ഇന്ത്യ. ഏത് വർഷത്തിലാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിൻ്റെ കിരീടധാരിയായത്? ഉത്തരം 1804ലാണ്. കാർഡമം കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ കേരളം. ഉത്തരം കേരളം. നാഥുല ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? സിക്കിം.
വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ അല്ലെങ്കിൽ ശുദ്ധജല തടാകമായ ലോക്തക്കിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം കെയ്ബൂൾ ലംജാവോ. ദക്ഷിണേന്ത്യയിൽ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്രനിർമ്മാണ ശൈലി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ദ്രാവിഡ ശൈലി. മടക്ക് പർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഇവിടെ ഏതാണ്? ഉത്തരം ഒന്നാമത്തത് മാത്രമേ ശരിയുള്ളൂ. സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ച രൂപങ്ങളുള്ളതാണെന്ത്? മടക്ക് പർവ്വതം. സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപം കൊള്ളുന്നവയാണ് മടക്ക് പർവ്വതം. മടക്ക് പർവ്വതം ടു സംയോജക സീമാണ് കണക്ട് ചെയ്ത് വെക്കുക. അടുത്തത് ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? ചോട്ടനാഗ്പൂർ പീഠഭൂമി. അടുത്ത ഒന്നുകൂടി, ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്നതും യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ ലോക പ്രശസ്ത ക്ഷേത്രം ഏതാണ്? ആൻസർ ബൃഹദീശ്വര ക്ഷേത്രം. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം. ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട് കായൽ. ഓക്കെ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ എവിടെയാണ്? പള്ളിവാസൽ എന്ന് പറയുമ്പോൾ അത് പള്ളിവാസൽ മുതിരമ്പുഴയാണ്, തെറ്റിക്കല്ലേ. പള്ളിവാസൽ മുതിരമ്പുഴയാണ്. ഓക്കെ. കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം ഏതാണ്? വിഴിഞ്ഞം തുറമുഖം. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി. ആധുനിക കാലത്തെ അത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയായിരുന്നു? ക്ഷേത്രപ്രവേശന വിളംബരം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ. വീണ്ടും അടുത്ത സ്പെസിഫിക് ക്വസ്റ്റ്യൻസുമായി വരാം. താങ്ക് യു.